നമസ്തേ. ഞാൻ മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്റർ ഡയറക്ടറാണ്. പേര് MB അപ്പു. കുറെ വർഷങ്ങളായിട്ട് ഷുഗർ റിവേഴ്സ് രംഗത്ത് പ്രവർത്തിക്കുകയാണ്. ഷുഗർ റിവേഴ്സിന് ആവശ്യമായിട്ടുള്ള സഹവാസ ക്യാമ്പുകൾ നടത്തുന്നു. അതുപോലെ ഷുഗർ റിവേഴ്സിന് ആവശ്യമായിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തുന്നു. അതിനാവശ്യമായ ഫുഡുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നു. ഇതുകൂടാതെ 5ഓളം പുസ്തകങ്ങൾ ഈ രംഗത്ത് എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ധാരാളം ഫേസ്ബുക്കിലും വാട്സാപ്പിലും യൂട്യൂബിലൊക്കെ ധാരാളം നമ്മളുടെ പ്രഭാഷണങ്ങൾ, നമ്മളുടെ വീഡിയോസ് ഉണ്ട്. അങ്ങനെ ഒരു സമഗ്രമായിട്ടുള്ള ഒരു അറിവ് ഉണ്ടാക്കുക. അറിവ് ആണ് ആരോഗ്യം, അറിവില്ലായ്മയാണ് രോഗം. അപ്പൊ അതിനെക്കുറിച്ചുള്ള അറിവ് പങ്കുവയ്ക്കുക. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാണ് ചെയ്തു വരണത്. അപ്പൊ എന്റെ ക്ലാസ്സിൽ പങ്കെടുത്ത ധാരാളം പേരുണ്ട് തിരുവനന്തപുരം ഭാഗത്ത്. അപ്പൊ അവര് കൂടിയിട്ട് എന്നോട് പറഞ്ഞു, സാറേ നമുക്ക് ഒന്നിച്ചൊരു സംഗമം നടത്തണം. അതിന്റെ ഫലമായിട്ട് വരുന്ന 14-ാം തീയതി ശനിയാഴ്ച തിരുവനന്തപുരത്ത് മന്നം ഓഡിറ്റോറിയം, സെക്രട്ടേറിയറ്റിന്റെ പിറകിലാണ്, പ്രസ് ക്ലബിനോട് ചേർന്നാണ്. അവിടെ വെച്ച് ഒരു സംഗമം സംഘടിപ്പിച്ചിട്ടുണ്ട്. രാവിലെ 9 മണിക്ക് തുടങ്ങും. ഉച്ചയ്ക്ക് 2 മണിക്ക് ആകുമ്പോഴേക്കും പ്രകൃതി ഭക്ഷണം കഴിച്ച് പിരിയാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് പലപ്പോഴും പ്രമേഹത്തെ കുറിച്ച് വളരെ തെറ്റിദ്ധാരണകളുണ്ട്. പ്രമേഹം ഒരു മാറാവ്യാധിയാണ്, തീരാവ്യാധിയാണ്, ഇത് വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ മരുന്നുമായിട്ട് ഇങ്ങനെ നടക്കണം എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. വേറെ ചിലർക്ക് ധാരണയുണ്ട് ഇത് വലിയ രോഗമൊന്നുമല്ല, രാവിലെ വൈകിട്ടും കുറച്ച് ഇൻസുലിൻ എടുത്താൽ മതി, 2 ഗുളിക കഴിച്ചാൽ മതി, കുഴപ്പമില്ലാതെ പോകാം. ഈ രണ്ടും അബദ്ധമാണെന്ന് എനിക്ക് പറയാനുള്ളത്. പ്രമേഹം മാറാവ്യാധി അല്ല, പ്രമേഹം മാറ്റാം, പ്രമേഹം കുറയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് പ്രമേഹത്തെ പൂർണ്ണമായിട്ട് ഭേദമാക്കി എടുക്കാൻ സാധിക്കും. ഒപ്പം ഉള്ളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രമേഹം ഒരു നിസ്സാര രോഗമാണെന്നുള്ള ധാരണയും മാറ്റണം. കാരണം അങ്ങനെയല്ല. പല ആളുകളും ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് മരുന്നെടുത്ത് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഇൻസുലിൻ എടുത്താൽ മതി, അങ്ങനെ നമുക്ക് ബ്ലഡിലെ ഷുഗറിനെ കൺട്രോൾ നിർത്തി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് പോകുന്നവരുണ്ട്. ഇങ്ങനെ കൺട്രോൾ നിർത്തുന്നവരും കുറച്ച് കഴിയുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അത് വിചാരിച്ച പരിഹരിക്കാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. പ്രധാനമായിട്ടും പ്രമേഹം ബാധിക്കുന്നത്, പ്രമേഹം കൊണ്ടല്ല ആളുകൾ കഷ്ടപ്പെടുന്നത്, പ്രമേഹാനുബന്ധ രോഗങ്ങൾ, ഷുഗർ റിലേറ്റഡ് ഡിസീസുകൾ കൊണ്ടാണ്. ഇപ്പൊ കൈകാൽ പെരുപ്പ്, കാഴ്ചക്കുറവ്, ഫാറ്റി ലിവർ, കിഡ്നി പ്രോബ്ലം, അതുപോലെ കാർഡിയാക് ഡിസീസ്, ഉറക്കക്കുറവ്, ഓർമ്മക്കുറവ്, അൾഷിമേഴ്സ്, സ്ട്രോക്ക് എന്ന ഒരു പിടി രോഗങ്ങളുണ്ട്. അതുപോലെ ഇപ്പൊ ധാരാളമായിട്ട് കാണുന്നുണ്ട് ലൈംഗിക ശേഷി കുറവ്, സെക്ഷൽ ഡിസ്ഫങ്ഷൻ വന്നിട്ട് കുടുംബജീവിതത്തിന് താളവും ലയവും തെറ്റിപ്പോകുന്ന ആളുകളുണ്ട്. ഒരു കുഴപ്പമില്ല, ഇങ്ങനത്തെ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് മാറ്റിയെടുക്കൽ എളുപ്പമല്ല, പലരും റിവേഴ്സ് ഇല്ല എന്നാണ് സത്യം. അപ്പൊ അതുകൊണ്ട് ഇത് വരാതെ നോക്കുക. അഥവാ നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് മുമ്പോട്ട് പോകാതെ തന്നെ തടയുക. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഞാൻ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ ചെയ്യുന്നത് ശരിയായ ഡയറ്റിലും ശരിയായ എക്സസൈസിലും കൊണ്ടുപോകണം. പ്രമേഹം ഒരു ഡിസീസ് അല്ല, പ്രമേഹം ഒരു ഡിസോർഡറാണ്. ഇത് രോഗാണുക്കൾ വരുന്ന രോഗമാണ്. അതുകൊണ്ട് മരുന്ന് കൊണ്ട് മാറ്റാൻ സാധിക്കാത്ത ഡോക്ടർമാർ, ആശുപത്രി ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കൊന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ബ്ലഡിലെ ഷുഗറിനെ കുറച്ച് നിർത്താനുള്ള മരുന്ന് തരാൻ സാധിക്കും. അതുപോലെ കാലിന്റെ മരപ്പ് ആയിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ ചില മരുന്ന് തരാൻ സാധിക്കും കുറച്ച്. അങ്ങനെ സിംറ്റംസിനെ, രോഗലക്ഷണങ്ങൾ കുറയ്ക്കാനേ സാധിക്കുള്ളൂ. രോഗത്തില്ലാതെയൊക്കെ മരുന്ന് കൊണ്ട് സാധ്യമല്ല. അപ്പൊ അങ്ങനത്തെ മരുന്ന് ലോകത്ത് വരെ കണ്ടുപിടിക്കപ്പെട്ടില്ല എന്നാണ് സത്യം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഒരു ശരിയായ ലൈഫ് സ്റ്റൈലിലേക്ക്, ഒരു ജീവിതചര്യയിലേക്ക് കൊണ്ടുവരിക. അതിനാവശ്യമായിട്ടുള്ള ആഹാരക്രമങ്ങളെ കുറിച്ച് വിശദമായിട്ട് പഠിപ്പിക്കുക. 2 കുറച്ച് വ്യായാമങ്ങൾ നടക്കൽ കൊണ്ട് ഷുഗർ മാറ്റിയെടുക്കാൻ സാധിക്കും. നടക്കൽ മാത്രം പോരാ, സമഗ്രമായ വ്യായാമം വേണം. അപ്പൊ ഇരുന്നും നിന്നും കിടന്നും ചെയ്യുന്ന ലഘുവായ ചില വ്യായാമങ്ങൾ, അതുപോലെ യോഗാസനങ്ങൾ പഠിപ്പിക്കുക. അതുപോലെ ബ്രീത്തിങ് എക്സസൈസ്, പ്രാണായാമങ്ങൾ, അത് നമ്മളെ നേരത്തെ പറഞ്ഞ കാർഡിയാക് പ്രശ്നങ്ങൾ, അതുപോലെ ബ്രെയിനുമായി ബന്ധപ്പെട്ട പ്രശ്നമൊക്കെ ഒഴിവാക്കാൻ വളരെ നല്ലതാണ്. അത് പഠിപ്പിക്കുക. പിന്നെ ചെറിയ ചില മെഡിസിൻസ് ഒക്കെ, പ്ലാന്റ് മെഡിസിൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ സൗകര്യപ്രദം കുറച്ച് നാൾ ഉപയോഗിക്കാം. അങ്ങനെ ചില മരുന്നുകളെ കുറിച്ച് പറഞ്ഞു തരും. കൂടാതെ നമ്മളുടെ ഈ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഷുഗർ കൂട്ടും. അപ്പൊ അത് കുറയ്ക്കാൻ ആവശ്യമായ ചില ടിപ്സ്. ചോറിനിട്ട് മാത്രമല്ല ഷുഗർ ഉണ്ടാവുന്നത്. ഇത് നമ്മളുടെ ഈ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഷുഗർ കൂടും, എൻഡോക്രൈൻ സിസ്റ്റം മുഴുവൻ നോർമലാവും. അത് കുറയ്ക്കാൻ ആവശ്യമായ ടിപ്സ്. അങ്ങനെ സമഗ്രമായിട്ടുള്ള ഒരു 5 വഴിക്കാണ് നമ്മൾ പ്രമേഹത്തെ സമീപിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ ഫേസ്ബുക്കിൽ കാണുന്ന പോലെ ഒരു കഷായം കുടിച്ചാലോ, ഏതെങ്കിലും വേര് അരച്ചു കുടിച്ചാലോ, ഇല കുടിച്ചാലോ, ഉലുവയുടെ വെള്ളം കുടിച്ചാലോ ഒന്നും മാറുന്ന രോഗമല്ല പ്രമേഹം. പ്രമേഹ ശരീരത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു രോഗരാക്ഷസനാണ്, സൈലന്റ് കില്ലറാണ്. ഇതിന് ഇങ്ങനെ നമ്മൾ സമീപിച്ചാല് നമുക്ക് പ്രമേഹത്തെ കുറച്ചു കൂട്ടാൻ സാധിക്കും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പ്രമേഹത്തെ ഇല്ലാതെയാക്കാൻ സാധിക്കും, മരുന്നില്ലാതെ ജീവിക്കാൻ സാധിക്കും. 100% പേർക്ക് പറ്റിക്കൊള്ളുന്നില്ല.
അതിന്റെ മറ്റു ചില ഘടകങ്ങളുടെ ഒന്ന് വയസ്സൊരു വലിയ വിഷയമാണ്, എത്ര വർഷമായി ഷുഗർ തുടങ്ങിയിട്ടുള്ള വിഷയമാണ്. അതുപോലെ നമ്മളുടെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ ജീവിത നമ്മുടെ തൊഴില്, ഒരുപാട് സ്ട്രെസ് ഒക്കെ ഉണ്ടാവുന്ന തൊഴിലാണ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. പക്ഷെ എന്റെ കണക്കൂട്ടിലൊരു 75% വരെ ഷുഗർ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. അല്ലാത്തവരുടെ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. അവരുടെ മരുന്നിന്റെ അളവ് കുറയ്ക്കാം, ഇൻസുലിൻ ഗുളിയാക്കാൻ സാധിക്കും, ഗുളികയുടെ എണ്ണം കുറയ്ക്കാൻ സാധിക്കും, അതിന്റെ ഡോസ് കുറയ്ക്കാൻ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഞാനിങ്ങനെ പറയുമ്പോൾ വിചാരിക്കും, നേരത്തെ പറഞ്ഞ ഒരുപാട് പരസ്യങ്ങൾ കണ്ട് ഇതൊരു പറ്റിപ്പാൻ വിചാരിക്കും. അങ്ങനെയല്ല, നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണാൻ അവസരമാണ്. അവിടെ ഇതുപോലെ ഷുഗർ കുറയുകയും ഷുഗർ മാറുകയും മരുന്ന് കുറയ്ക്കുകയൊക്കെ ചെയ്ത ആളുകളാണ് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വരണത്. അവരെ ഞാൻ അവിടെ യോഗാസനം ചെയ്യിക്കും, അവരെ പ്രാണായാമം ചെയ്യിക്കും, അവർക്ക് ഈ മെഡിസിനൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ നിങ്ങൾ പലപ്പോഴും ഇവരെ കേട്ടിട്ടില്ലാത്ത ഷുഗർ ബന്ധപ്പെട്ട നേച്ചർ ലൈഫിന്റെ തലത്തിലുള്ള കാര്യങ്ങൾ, യോഗയുടെ തലത്തിലുള്ള കാര്യങ്ങൾ ഞാനിവിടെ സംസാരിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ നമുക്കൊരു ആശയവിനിമയത്തിനുള്ള വേദിയായിട്ട്, ഒരു ഇൻഫർമേഷൻ പങ്കുവെക്കുന്ന ഒരു വേദിയായിട്ട് അതിനെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ആർക്കും താല്പര്യം ഉണ്ടെങ്കിലും ഞങ്ങളുടെ വഴിയിലേക്ക് വരാം, ഞങ്ങളുടെ ഈ ആഹാരത്തിലേക്കും വ്യായാമത്തിന്റെ വഴിയിലേക്ക് വരാം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മരുന്ന് കുറയ്ക്കുകയോ ഇല്ലാതെയാക്കുകയോ ചെയ്യാം. അതിനുള്ളൊരു അവസരമാണ് നമ്മൾ ഒരുക്കണത്. അപ്പൊ അത് ഞാൻ ഈ ഷുഗർ റിവേഴ്സ് സംഗമത്തിലേക്ക് നിങ്ങളെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യാണ്. അവിടെ വളരെ കൂടുതൽ ആളുകൾക്ക് ഉൾക്കൊള്ളാനുള്ള സൗകര്യം ഇല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യണം. ഇതിനാകെ വരുന്ന ചെലവെന്ന് പറഞ്ഞാൽ ഒരു 500 രൂപ മാത്രമാണ്, നമ്മുടെ ഫുഡിന്റെയും ബാക്കിയുള്ള ചെലവുകളും വേണ്ടി മാത്രം. അപ്പൊ അതുകൊണ്ട് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി എന്താണ് ഷുഗർ റിവേഴ്സ് എന്ന് മനസ്സിലാക്കുക. എനിക്കിത് പറ്റുമോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾ ഈ വഴിക്ക് നടക്കാൻ തയ്യാറാവുക, പറ്റില്ല നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് മരുന്നിന്റെ മാർഗത്തിലൂടെ തന്നെ മുമ്പോട്ട് പോവുക. ഇതിനെല്ലാത്തിനുള്ള ഒരു അവസരമാണ്.